ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ആചാര്യ PSC ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമമെന്ന നമ്മുടെ നമ്മുടെ വരുന്ന എക്സാമുകൾക്കുള്ള പ്രിലിമിനറി എക്സാമിന് സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എന്നാൽ വളരെ സിമ്പിളുമാണ്. നിങ്ങളിന്ന് യൂട്യൂബ് ചാനലുകളിലൊക്കെ പല ചാനലുകളും കണ്ടിട്ടുണ്ടായിരിക്കും. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. എടുത്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പലരും അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. മാറ്റങ്ങളൊന്നും അതിനകത്ത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയതായിട്ട് കണ്ടിട്ടില്ല. 2019 വിവരാവകാശ നിയമം അത് ജസ്റ്റ് ഒന്ന് ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഒരു ഭേദഗതി അവിടെ വന്നിട്ടുണ്ട് 2019. ആ അമെൻമെൻറ്റ് പ്രകാരം വന്നിട്ടുള്ള മാറ്റങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം, ഒട്ടും മിസ്റ്റേക്കുകളില്ലാത്ത അല്ലെങ്കിൽ 100% മിസ്റ്റേക്കുകൾ ഇല്ലാത്ത ഒരുപാട് അഡീഷണൽ പോയിന്റ്സ് PSC ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടോപ്പിക്കുകളായിരിക്കും. വരുന്ന ടോപ്പിക്കുകളെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, തുടക്കം മുതൽ ഒടുക്കം വരെ തന്നെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക. പകുതിയിൽ വെച്ച് സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണാനായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമം നമ്മുടെ വരുന്ന എക്സാമിന്, അതായത് പ്രിലിമിനറി എക്സാമിന് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വിവരാവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. നമ്മളിവിടെ എടുക്കുന്നത് വരുന്ന LD എക്സാമിന്, അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ്, ഡിഗ്രി ലെവൽ എല്ലാ എക്സാമുകളിലും ഫോക്കസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ വേണമെങ്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈസ് എ പാർട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങൾ. അതായത് മൗലിക അവകാശങ്ങളിലെ ആർട്ടിക്കിൾ 19(1)A, അതായത് ആർട്ടിക്കിൾ 19(1)ൽ A എന്ന് പറയുന്ന ക്ലോസിൽ പറയുന്നുണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതായത് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും സംസാരിക്കുന്നതിനുള്ള ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം. അതിന്റെ അപ്പൊ ആ ഒരു അവകാശം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ അറിയുന്നതിന് ഒരു വ്യക്തിക്ക് അവകാശം ഉണ്ടെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമുക്ക് എന്തായിട്ട് ഉൾപ്പെടുത്താം, നമ്മുടെ ഭരണഘടനയിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഉൾപ്പെടുത്താം. പക്ഷേ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഭരണഘടനയിൽ എവിടെയും പ്രതിപാദിക്കുന്നില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് വിവരാവകാശ നിയമം? വിവരങ്ങൾ അറിയുന്നതിനുള്ള ഒരു പൗരന്റെ അവകാശമാണെന്ന് പറയുന്നത് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗവൺമെന്റ് സെക്ടറുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന രേഖകൾ വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തി ആവശ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, ഗവൺമെന്റ് നൽകിയിരിക്കണം. അതാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. വളരെ സുപ്രധാനമായ ഒരു ആക്ടാണ്. പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അഴിമതികൾ തടയുക. അപ്പോൾ കാര്യങ്ങളെല്ലാം സുതാര്യമാകുന്നു, അതിലൂടെ എന്ത് ചെയ്യുന്നു, അഴിമതി കുറയുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ രാജ്യം ഏതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കൺട്രി ടു പാസ് ദ RTI ആക്ട് വാസ് സ്വീഡൻ. ഓർത്തിരിക്കുക, ലോകത്താദ്യമായി RTI ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്, സ്വീഡൻ ആണെന്ന് ഓർത്തിരിക്കുക. ഇത് ലാസ്റ്റ് ഗ്രേഡ് ലെവലിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് രാജ്യമാണ് ലോകത്താദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്? അത് സ്വീഡൻ ആണെന്ന് ഓർത്തിരിക്കുക. എങ്കിൽ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നതിന് കാരണമായ അല്ലെങ്കിൽ മുൻകൈ എടുത്ത ഓർഗനൈസേഷൻ ഏത്? ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നിന്ന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. അതായത് ഓർഗനൈസേഷൻ which was instrumental for the passage of RTI Act in India. Instrumental means കാരണമായ, പാസേജ് വഴിയൊരുക്കിയ എന്നാണ് അർത്ഥം. അതായത് വിവരാവകാശ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിന് കാരണമായ അല്ലെങ്കിൽ അതിന് വഴിയൊരുക്കിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എല്ലാവർക്കും അറിയാം, ഓർഗനൈസേഷന്റെ പേര് മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. ഓർത്തിരിക്കുക, മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നത്. ഓർത്തിരിക്കുക, വിവരാവകാശ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിനായി മുൻകൈയെടുത്ത സ്ഥാപനം ഏത് അല്ലെങ്കിൽ സംഘടന ഏത്, അല്ലെങ്കിൽ വിവരാവകാശ നിയമം താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥാപനവുമായി, ഏത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഏത് പറയാം, മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ഓർത്തിരിക്കുക, ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘടന പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതിന്റെ സ്ഥാപക എന്നറിയപ്പെടുന്നത് അരുണ റോയ്. ഓർത്തിരിക്കുക, അരുണ റോയ്, ശങ്കർ സിംഗ്, നിഖിൽ ദേ.
ഈ 3 വ്യക്തികളാണ് ഇതിന്റെ പ്രധാന സ്ഥാപകർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ PSC അവിടെ ആൻസർ കൊടുക്കുന്നത് അരുണ റോയിയാണ്. ഓർത്തിരിക്കുക. പക്ഷേ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഓർത്തിരിക്കേണ്ടത് അരുണ റോയുടെ കൂടെ 2 വ്യക്തികൾ കൂടെ ഉണ്ടായിരുന്നു, ശങ്കർ സിംഗ് നിഖിൽദേ. ഈ 3 വ്യക്തികളാണ് ഇതിലെ പ്രമുഖരെന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിച്ച വ്യക്തി ആര്? അരുണ റോയ്. ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ റോയ്. ഓർത്തിരിക്കുക. പലതവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിച്ച വ്യക്തി ആര്. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് താഴെ തന്നിരിക്കുന്നതിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ ചോയ്സിൽ അരുണ റോയ്, അതുപോലെ നമ്മുടെ ബാബ ആംദെ, അരവിന്ദ് കെജ്രിവാൾ, ഇങ്ങനെ കുറച്ച് വ്യക്തികളുടെ പേര് തരികയാണ്. ഓർത്തിരിക്കുക. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമം ബന്ധപ്പെട്ടിരിക്കുന്നത് അരുണ റോയുമായിട്ടാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘടന നിലവിൽ വന്ന വർഷം 1987 മെയ് 1. ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 1987 മെയ് 1 മസ്ദൂർ കിസാൻ ശക്തി സംഘടന എവിടെ നിലവിൽ വരുന്നത്? രാജസ്ഥാനിൽ നിലവിൽ വരുന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ മസ്ദൂർ കിസാൻ ശക്തി സംഘടനയുടെ ആസ്ഥാനം എവിടെയെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ നിലവിൽ വന്നൊരു സ്ഥാപനമാണ്, ഒരു സംഘടനയാണ്. നിലവിൽ വന്ന വർഷം 1987 മെയ് 1. ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും രാജസ്ഥാൻ എഴുതരുത്. വിവരാവകാശ നിയമം ആദ്യമായിട്ട് വരുന്നത് തമിഴ്നാട്ടിലാണ്. പിന്നീട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നു. അതിലൂടെ എല്ലാ സംസ്ഥാനങ്ങളും എന്ത് ചെയ്യുന്നു? ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ജമ്മു കാശ്മീർ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും. എന്നാൽ ഇന്ന് ജമ്മു കാശ്മീരിനും ആക്ട് ബാധകമാണ്. അല്ലാതെ രാജസ്ഥാന് വിവരാവകാശ നിയമമായിട്ട് മറ്റ് ബന്ധങ്ങളൊന്നുമില്ല. രാജസ്ഥാൻ പാസ്സാക്കിയിട്ടുണ്ട്, പക്ഷെ ആദ്യത്തെ സംസ്ഥാനമല്ല. ഓർത്തിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. വിവരാവകാശ നിയമത്തിന് വേണമെങ്കിൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പാർട്ടിൽ ഉൾപ്പെടുത്താം. ആർട്ടിക്കിൾ 19(1)A എന്ന് പറയുന്ന ക്ലോസ് എന്താണ് പറയുന്നത്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. സംസാരിക്കുന്നതിനും അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അത് നമ്മൾ പറഞ്ഞു ലോകത്താദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കുന്നത് സ്വീഡനാണ്. എന്നാൽ വിവരാവകാശ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിന് മുൻകൈയെടുത്ത സ്ഥാപനം എന്നറിയപ്പെടുന്നത് മസ്ദൂർ കിസാൻ ശക്തി സംഘടന ആണെന്ന് പറഞ്ഞു. അതിന്റെ സ്ഥാപകർ എന്നറിയപ്പെടുന്നത് അരുണ റോയ്, ശങ്കർ സിംഗ് നിഖിൽദേ. 3 വ്യക്തികളാണെങ്കിലും അവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട വ്യക്തി എന്ന് പറയുന്ന ആരാണ്? അരുണ റോയ്. ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. നിലവിൽ വന്ന വർഷം 1987 മെയ് 1. എവിടെയാണ് അതിന്റെ ആസ്ഥാനം? രാജസ്ഥാനിലാണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. കാരണം നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, മലയാളത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നത് 2005 സെപ്റ്റംബർ 5-നാണ്. നിലവിൽ വരുന്നത് 2006 ഫെബ്രുവരി 2. ഓർത്തിരിക്കുക. ഈ വർഷം പലതവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് 2005 സെപ്റ്റംബർ 5-ന് NREGA, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അല്ലെങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിന് മുൻകൈ എടുത്തതും ഇതേ സ്ഥാപനമാണെന്ന് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഇതേ സംഘടനയാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന ആ ഒരു സ്ഥാപനത്തിന്റെ എന്താ പറയുക പ്രവർത്തന ഫലമായിട്ടാണ് NREGA അല്ലെങ്കിൽ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതും. ഇവിടെ മനസ്സിലാക്കുക 2006 ഫെബ്രുവരി 2-ന് നമ്മുടെ NREGA നിലവിൽ വരുന്നത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ ബെൻഡലപ്പള്ളി എന്ന സ്ഥലത്ത് മൻമോഹൻ സിംഗ് ആണ്. ഓർത്തിരിക്കുക. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ NREGA പേര് ഇപ്പൊ എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. MGNREGA എന്ന രീതിയിൽ പേര് മാറ്റുന്നത് 2009 ഒക്ടോബർ 2. ഓർത്തിരിക്കുക. ഇതും ജസ്റ്റ് ഓർത്തിരിക്കുക. അതായത് 2009 ഒക്ടോബർ 2 എന്ത് ചെയ്തു? NREGA എന്നുള്ള പേര് എന്തിലേക്ക് വന്നു? MGNREGA. അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു മസ്ദൂർ കിസാൻ ശക്തി സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ് 2005 വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്തു? 2005 സെപ്റ്റംബർ 5-ന് NREGA പാസ്സാക്കുന്നതും നമ്മുടെ ഏത് സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ സ്റ്റേറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ to pass the RTA Act was. ഓർത്തിരിക്കുക. RTA Act എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണെന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. തമിഴ്നാട് പാസ്സാക്കുന്നത് 1997-ലാണ്. എങ്കിൽ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ, സെക്കൻഡ് സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോവയാണെന്ന് ഓർത്തിരിക്കുക. 1997 തന്നെയാണ്, പക്ഷെ ആദ്യം പാസ്സാക്കിയത് തമിഴ്നാടാണ്. നമുക്ക് PSC സ്ഥിരമായി ചോദിക്കുന്നത് ഇതാണ്. ഒരു പക്ഷേ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ.
ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു പാസ് ദ RT Act വാസ് തമിഴ്നാട് ഇൻ 1997 ഈവൻ ബിഫോർ ദ ഇനാക്ട്മെന്റ് ബൈ ദ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം ഇനാക്ട് ചെയ്യുന്നതിന് മുമ്പ്, പാസ്സാക്കുന്നതിന് മുമ്പ് ആദ്യമായി പാസ്സാക്കിയ സംസ്ഥാനം ഏത്, അല്ലെങ്കിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാട്. ചില ആക്ടുകൾ അങ്ങനെയാണ്, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും സംസ്ഥാനം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷ്യരക്ഷ ആക്ട് പഠിക്കുമ്പോൾ പറയാറുണ്ട് ആദ്യമായി നടപ്പിലാക്കിയത് ഛത്തീസ്ഗഡ്, പിന്നെയാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത്. അതുപോലെ ഇവിടെ വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കുന്നത് തമിഴ്നാട് 1997, പിന്നീടാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിനുശേഷം 4-5 സംസ്ഥാനങ്ങൾ വിവരാവകാശ നിയമം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 2005 ഇന്ത്യ മൊത്തത്തിൽ എന്ത് ചെയ്തു, വിവരാവകാശ നിയമം നിലവിൽ വന്നു, എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്, പലതവണ ചോദിച്ചിട്ടുണ്ട്. അവിടെ എപ്പോഴും ഓപ്ഷൻ എ കൊടുക്കുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാന് വിവരാവകാശ നിയമത്തിൽ ആകെയുള്ള ബന്ധം എന്ന് പറയുന്നത് മസ്ദൂർ കിസാൻ ശക്തി സംഘടന നിലവിൽ വന്നത്, അല്ലെങ്കിൽ അതിന്റെ ആസ്ഥാനമാണ് രാജസ്ഥാൻ. അതല്ലാതെ വിവരാവകാശ നിയമത്തിന്റെ രാജസ്ഥാനുമായി പ്രത്യേകിച്ചൊരു ബന്ധമില്ല എന്ന് ഓർത്തിരിക്കുക. ഇവിടെ ആദ്യമായി നടപ്പിലാക്കിയത് തമിഴ്നാടാണ് 1997. എന്നാൽ 97 തന്നെ രണ്ടാമതൊരു സംസ്ഥാനം നടപ്പിലാക്കി, അത് ഏതാണ്, നമ്മുടെ ഗോവയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാം, വിവരാവകാശ നിയമം ഇന്ത്യയിൽ പാർലമെന്റ് പാസ്സാക്കിയ വർഷം എന്ന്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. RT Act പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഓൺ, ഓർത്തിരിക്കുക, പാർലമെന്റ് വിവരാവകാശ നിയമം പാസ്സാക്കുന്ന വർഷം ചോദിച്ചാൽ 2005 ജൂൺ 15. വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. 2005 ജൂൺ 15 വിവരാവകാശ നിയമം എന്ത് ചെയ്യുന്നത്, പാർലമെന്റ് പാസ്സാക്കുന്നത്. അപ്പൊ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് 2005 ജൂൺ 15. ഈ ആക്ടിൽ പ്രസിഡന്റ് സൈൻ ചെയ്ത വർഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പ്രസിഡന്റ് സൈൻ ചെയ്ത വർഷം എന്ന് പറയുന്നത് 2005 ജൂൺ 22. ഓർത്തിരിക്കാൻ പറ്റുമോ? അപ്പോൾ ആക്ട് പാസ്സാക്കുന്നത് 2005 ജൂൺ 15, ആക്ടിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2005 ജൂൺ 22. ഇവിടെ ഓർത്തിരിക്കുക, APJ അബ്ദുൽ കലാമാണ് ഈ ബില്ലിൽ ഒപ്പുവെച്ച പ്രസിഡന്റ്. നമ്മുടെ NREGA നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിൽ ഒപ്പുവെച്ചതും APJ അബ്ദുൽ കലാം തന്നെയാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷം 2005 ജൂൺ 15, പ്രസിഡന്റ് ബില്ലിൽ ഒപ്പുവെക്കുന്നത് 2005 ജൂൺ 22, ഒപ്പുവെച്ച പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആക്ട് ഫോം ചെയ്യണം, അല്ലെങ്കിൽ ആക്ട് നിലവിൽ വരണം. കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ, പ്രാബല്യത്തിൽ വന്ന വർഷം എന്ന് പറയുന്നത് 2005 ഒക്ടോബർ 12. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം എന്ന്. ഓർത്തിരിക്കുക, 2005 ജൂൺ 15 പാസ്സാക്കുന്നു, 2005 ഒക്ടോബർ 12 നിലവിൽ വരുന്നു. ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് 2005 ജൂൺ 15, പ്രസിഡന്റ് ബില്ലിൽ ഒപ്പുവെക്കുന്നത് 2005 ജൂൺ 22 പറഞ്ഞു. APJ അബ്ദുൽ കലാം എന്ന ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു ഒപ്പുവെച്ചത്. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് വിവരാവകാശ നിയമപ്രകാരം നമ്മൾ ആർക്കാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. ഓർത്തിരിക്കുക, ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട വ്യക്തിയെ നമ്മൾ വിളിക്കുന്നു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഓർത്തിരിക്കുക, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒരു പക്ഷേ പബ്ലിക് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ആർക്ക് സമർപ്പിക്കണം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഓർത്തിരിക്കുക, അതായത് RT Act പ്രകാരം വിവരങ്ങൾ അറിയുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് ആരാണ്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിലാണെങ്കിൽ നമ്മൾ ആർക്ക് കൊടുക്കും, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നൽകുന്നത്. അപേക്ഷയോടൊപ്പം നൽകേണ്ട തുക അല്ലെങ്കിൽ ഫീ എന്ന് പറയുന്നത് 10 രൂപയാണ്. അത് നമുക്ക് ഇപ്പോൾ എന്താ പറയുക, കോർട്ട് ഫീ ആയിട്ട്, നമുക്ക് സ്റ്റാമ്പ് ഫീ ആയിട്ട് അങ്ങനെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഓൺലൈൻ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓർത്തിരിക്കുക, ഇവിടെ ഈ 10 രൂപ എന്ന് പറയുന്നത് ബിലോ പോവർട്ടി ലൈനിലുള്ള വ്യക്തികളാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓർത്തിരിക്കാൻ പറ്റും. അതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ട് ആണ്. കാലങ്ങളായി PSC പഠിക്കുന്ന പല വ്യക്തികൾക്കും ഇതിനകത്തുള്ള പല കാര്യങ്ങളും അറിയാം. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള പോയിന്റുകൾ വരെ നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം PSC പലപ്പോഴും ഇപ്പൊ ചോദിക്കുന്ന രീതിക്കൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പൊ അവിടെ ചോദിക്കും, ബിലോ പോവർട്ടി ലൈനിലുള്ള വ്യക്തിക്ക് ആപ്ലിക്കേഷൻ ഫീ ഇല്ല, ആപ്ലിക്കേഷൻ ഫീ 10 രൂപയാണ്. നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കേണ്ടത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പോയിന്റ്സ് ചോയ്സിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ആപ്ലിക്കേഷൻ ഫീ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോടൊപ്പം നൽകേണ്ട തുക എന്ന് പറയുന്നത് എത്രയാണ്, 10 രൂപയാണ്. ഇനി നമുക്ക് നോക്കാം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിക്കുന്ന അപേക്ഷകൾക്ക്, അതായത് ഒരു നോർമൽ കേസിൽ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ, ഇൻ നോർമൽ കേസ് applicant can obtain information within 30 days from the date of information. ഓർത്തിരിക്കുക, അതായത് സാധാരണഗതിയിൽ ഒരു കേസ് ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു ആപ്ലിക്കേഷൻ ലഭിച്ചാൽ 30 ദിവസത്തിൽ എന്ത് ചെയ്തിരിക്കണം, മറുപടി ലഭിച്ചിരിക്കണം. അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കയ്യിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു ആപ്ലിക്കേഷൻ ലഭിച്ചാൽ ആ വ്യക്തി എത്ര ദിവസത്തിൽ മറുപടി നൽകിയിരിക്കണം, 30 ദിവസത്തിൽ മറുപടി നൽകി. ഒരു നോർമൽ കേസിൽ എത്ര ദിവസത്തിൽ മറുപടി നൽകേണ്ടത്, 30. ഇനി ഒരു പക്ഷേ ആപ്ലിക്കേഷൻ ഈസ് അഡ്രസ് ടു ദ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെന്ന് കരുതുക. നമ്മുടെ ഈ
ആപ്ലിക്കേഷൻ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ ആണെങ്കിൽ എത്ര ദിവസത്തിലാണ് 35 ഡേയ്സിൽ മറുപടി നൽകിയാൽ മതി. അപ്പോൾ ഓർത്തിരിക്കാം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിക്കുന്ന അപേക്ഷകൾക്ക് അല്ലെങ്കിൽ നോർമൽ കേസുകളിൽ എന്ത് ചെയ്യണം? 30 ദിവസത്തിൽ മറുപടി നൽകിയിരിക്കണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിക്കുന്ന അപേക്ഷകൾക്ക് 35 ദിവസത്തിൽ മറുപടി നൽകിയിരിക്കണം. അപ്പോൾ ഓർത്തിരിക്കുക, ഇൻ നോർമൽ കേസ് ആപ്ലിക്കന്റ് ക്യാൻ ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ വിത്തിൻ 30 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിക്വസ്റ്റ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആ ദിവസം മുതൽ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? വിവരങ്ങൾ ലഭ്യമാക്കിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയണം, ഇഫ് ദ ആപ്ലിക്കേഷൻ ഈസ് അഡ്രസ്ഡ് ടു ദ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, നമ്മൾ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ 35 ദിവസത്തിൽ 35 ഡേയ്സിൽ എന്ത് ചെയ്തിരിക്കണം? മറുപടി നൽകിയിരിക്കണം. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ലൈഫ് ഓർ ലിബർട്ടി ഓഫ് എ പേഴ്സൺ. ലൈഫ് മീൻസ് ജീവൻ, ലിബർട്ടി വ്യക്തി സ്വാതന്ത്ര്യം. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ 48 മണിക്കൂർ 48 അവേഴ്സ് അല്ലെങ്കിൽ 2 ഡേയ്സിൽ എന്ത് ചെയ്തിരിക്കണം? മറുപടി നൽകിയിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മൾ പറഞ്ഞു നോർമൽ കേസിൽ 30, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കിട്ടിയാൽ 35 ദിവസത്തിൽ. പക്ഷേ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ഒന്നുകിൽ 48 മണിക്കൂർ അല്ലെങ്കിൽ നമുക്കത് ചോയ്സിൽ വരുന്നത് 2 ദിവസം എന്നാണ്. ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ലൈഫ് ഓർ ലിബർട്ടി ഓഫ് എ പേഴ്സൺ, ടൈം ലിമിറ്റ് ഫോർ ഗിവൺ റിപ്ലൈ ടു ദ ആപ്ലിക്കന്റ് വിത്തിൻ 48 അവേഴ്സ്. ഓർത്തിരിക്കുക, 48 മണിക്കൂറിൽ എന്ത് ചെയ്തിരിക്കണം? വിവരങ്ങൾ ലഭ്യമാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കാം. വിവരാവകാശ നിയമം, വിവരങ്ങൾ അറിയുന്നുള്ള ഒരു പൗരന്റെ അവകാശം വേണമെങ്കിൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. അതിൽ ഏത് ആർട്ടിക്കിളിലാണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 19(1)ൽ എന്താ പറയുന്നത്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതായത് അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനും സംസാരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അവിടെ തന്നെ നമുക്ക് പറയാം വിവരങ്ങൾ അറിയുന്നതിനുള്ള ഒരു പൗരന്റെ സ്വാതന്ത്ര്യം. അത്രയേ ഉള്ളൂ. അല്ലാതെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഭരണഘടനയിൽ എവിടെയും ഇല്ല. അടുത്ത ഫസ്റ്റ് കൺട്രി ടു പാസ് RT ആക്ട്, ലോകത്താദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ രാജ്യം എന്ന് പറയുന്നത് സ്വീഡനാണ്. എന്നാൽ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നതിന് മുൻകൈ എടുത്ത സ്ഥാപനം എന്നറിയപ്പെടുന്നത് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. നിലവിൽ വന്നത് 1977 മെയ് 1 രാജസ്ഥാനിലാണ് നിലവിൽ വന്നത്. സ്ഥാപകർ എന്നറിയപ്പെടുന്നത് അരുണ റോയ്, ശങ്കർ സിംഗ്, നിഖിൽ ദേ. ഓർത്തിരിക്കുക, പ്രധാനമായി സ്ഥാപക എന്നറിയപ്പെടുന്നത് അരുണ റോയ്. PSC ചോദിക്കുമ്പോൾ ആൻസർ കൊടുക്കുന്നത് വരെ തന്നെയാണ് അരുണ റോയ് ആണ്. ഓർത്തിരിക്കുക, ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘടന ഫലമായിട്ടാണ് 2006 ഫെബ്രുവരി 2 NREG അല്ലെങ്കിൽ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് നടപ്പിലാക്കുന്നതും. ആക്ട് പാസ്സാക്കിയത് 2005 സെപ്റ്റംബർ 5, എന്നാൽ നിലവിൽ വരുന്നത് 2006 ഫെബ്രുവരി 2. NREG നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അല്ലെങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്നുള്ള പേര് MGNREG എന്നാക്കി മാറ്റി. അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് 2009 ഒക്ടോബർ 2 ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കുന്നത് തമിഴ്നാട് 97 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നതിന് മുമ്പ്. എന്നാൽ രണ്ടാമത്തെ സംസ്ഥാനം ഗോവ 1997 എന്ത് ചെയ്തു? ഗോവ വിവരാവകാശ നിയമം പാസ്സാക്കുന്നു. രണ്ടാമത്തെ സംസ്ഥാനമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് 2005 ജൂൺ 15 പറഞ്ഞു. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 22. ഒപ്പുവെച്ച പ്രസിഡന്റാണ് APJ അബ്ദുൽ കലാം. എന്നാൽ ആക്ട് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12 പറഞ്ഞു. ആർക്കാണ് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടത്? ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഒന്നുകിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെന്ന് പറഞ്ഞു. അപേക്ഷയോടൊപ്പം നൽകേണ്ട തുക 10 രൂപയാണെന്ന് പറഞ്ഞു. ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യക്ക് താഴെ വരുന്ന വ്യക്തികളാണെങ്കിൽ അപേക്ഷ ഫീസ് നൽകേണ്ട ആവശ്യം ഇല്ല. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ ആപ്ലിക്കേഷൻ ഒരു നോർമൽ കേസിൽ നമ്മളിപ്പോൾ നോർമലി ഒരു ആപ്ലിക്കേഷൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുത്താൽ 30 ദിവസത്തിൽ ആ വ്യക്തി എന്ത് ചെയ്തിരിക്കണം? മറുപടി ആപ്ലിക്കന്റിന് കൊടുത്തിരിക്കണം. അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തിക്ക് ഉറപ്പായും നൽകിയിരിക്കണം. ഒരു പക്ഷേ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ 35 ദിവസത്തിൽ ഉറപ്പായും മറുപടി നൽകിയിരിക്കണം. എന്നാൽ ഒരു വ്യക്തിയുടെ ലൈഫ് ഓർ ലിബർട്ടി, ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ 48 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസത്തിൽ എന്ത് ചെയ്തിരിക്കണം? മറുപടി നൽകിയിരിക്കണം.